എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നാട്ടിൽ പോയതിൻ്റെ ഒരു ചെറിയ വ്ളോഗാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞ് അധികം അങ്ങനെ വിശാലമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മളിങ്ങനെ വെക്കേഷൻ പോലെ പോകുമ്പോൾ നമുക്ക് ആ ഒരു മൂഡാണ്, നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും തോന്നത്തില്ല, ഇങ്ങനെ ചുമ്മാ ഇരിക്കാനേ തോന്നത്തുള്ളൂ. അപ്പോൾ ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തില്ല, കുറച്ച് ക്ലിപ്പിങ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ യൂബറൊക്കെ വന്നു, നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ ഫുഡും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. ഞങ്ങൾ കുറച്ച് നേരത്തെ പോകും, കാരണം ഇവിടുത്തെ ബ്ലോക്കിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ട്രെയിനിൻ്റെ വഴിക്ക് അങ്ങ് പോകും, നമ്മളവിടെ കിടക്കും. അപ്പോൾ അങ്ങനെയാണ്. അപ്പം ഇത് ക്രിസ്മസിന് ഒരാഴ്ച മുമ്പത്തെയാണ്. ഈ പള്ളി നല്ല രസമായിട്ടാണ് ഇവർ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. ഇതിപ്പം അവർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഞങ്ങൾ നാട്ടിൽ പോകുമ്പം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈയിടെ വന്നു കഴിഞ്ഞ് ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കും അതിൻ്റെ വ്ലോഗ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ന്യൂ ഇയറിന് വന്നപ്പം അത് എല്ലാം കംപ്ലീറ്റ് ആയി, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വ്ലോഗായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് വീഡിയോ. പിന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കാനൊരു സ്ഥലം കണ്ടുപിടിക്കണം. കാരണം നമ്മൾ കയറിയിട്ടല്ല കഴിക്കുന്നത്, അതിന് മുമ്പ് കഴിക്കും. കാരണം ട്രെയിൻ വരുമ്പോൾ ഒരു 8:45-9 മണി സമയത്താണ് വരുന്നത്. അപ്പം പിന്നെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറി അങ്ങ് കിടന്നുറങ്ങാമല്ലോ, വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇവിടെ ഇരുന്ന് അങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് നമ്മൾ കുറച്ച് നേരത്തെയാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ ഫുഡ് പാക്ക് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മിക്കവാറും ഇപ്പോൾ കുറച്ച് നാളായിട്ട് സ്ഥിരം കുറച്ച് നാൾ ഗോതമ്പ് ദോശയായിരുന്നു കൊണ്ടുപോകുന്നത്. ഇപ്പം കുറച്ച് നാളായിട്ട് ഞാൻ ചപ്പാത്തിയും മുട്ട റോസ്റ്റുമാണ്, അത് ഡ്രൈ ആയിട്ട് മുട്ട എടുക്കും. അത് ചിലർക്ക് ചിലപ്പം ഈ ചപ്പാത്തി കുതിർന്നിരിക്കുന്ന വലുതായിട്ട് ഇഷ്ടമല്ലായിരിക്കും. ഞങ്ങൾക്ക് അതിഷ്ടമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത്. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് ഇരുന്ന് കഴിച്ചു. അതാകുമ്പോൾ നമുക്ക് സമാധാനമായിട്ട് കഴിക്കുകയും ചെയ്യാം. സമയമുണ്ട് ട്രെയിൻ വരാനായിട്ട്. അല്ലെങ്കിൽ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഒന്നാമത് കിടക്കാറാകുന്ന ഒരു സമയമാകുമ്പോൾ എല്ലാം കൂടെ ബുദ്ധിമുട്ടാവും. പിന്നെ ഞങ്ങൾ അങ്ങനെ കഴിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ട്രെയിനും വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് കയറി കിടന്നു, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ട്രെയിനിനകത്തൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നാട്ടിലെത്തിക്കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പം ഞങ്ങൾ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി. ഞങ്ങളുടെ അടുത്തുള്ള അമ്പലത്തിൽ പോയി. ഇപ്രാവശ്യം മെയിനായിട്ടും കുറേ അമ്പല ദർശനങ്ങളായിരുന്നു നാട്ടിൽ പോയപ്പോഴത്തേനും. ഇത് ശ്രീഹരിയുടെ വീടിനടുത്തുള്ള അമ്പലവും പിന്നെ ഞങ്ങളുടെ എൻ്റെ വീടിനടുത്തുള്ള അമ്പലമൊക്കെ അവിടെയൊക്കെ പോയായിരുന്നു. അപ്പോൾ ഇത് ശ്രീഹരിയുടെ വീടിനടുത്തുള്ള അമ്പലമാണ്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ കഴിച്ചു. എന്നിട്ട് അവിടെ കുറച്ച് നേരമൊക്കെ നിന്നു, എന്നിട്ടാണ് തിരിച്ചു പോയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആയപ്പോഴത്തേനും പൂച്ച നല്ല പുറത്തിങ്ങനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ സ്ഥിരം നമ്മുടെ വീട്ടിൽ വരുന്ന പൂച്ചയാണ്, പാൽ കുടിക്കാനും മീൻ തിന്നാനും ഒക്കെ. അതിങ്ങനെ വരുമ്പം തന്നെ നമ്മുടെ ചുറ്റും കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെ കുറച്ച് നേരം ചുമ്മാ കളിപ്പിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ അന്ന് വൈകുന്നേരം ആയപ്പം ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ചുമ്മാ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അന്ന് നേരെ മൂവി റിലീസ് ചെയ്യുന്ന ദിവസമായിരുന്നു. പക്ഷെ ഞങ്ങൾ നാട്ടിൽ വെച്ച് കണ്ടില്ല. ഞങ്ങൾ നാട്ടിൽ പോകുന്ന സമയം നോക്കി മറ്റേ കോവിഡ് എൻ്റെ കാര്യം ഭയങ്കര സീരിയസ് ആയിട്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതൊന്നും നേരൊന്നും കാണാൻ അപ്പോൾ പോയില്ല, ഇറങ്ങിയ ദിവസമൊന്നും പോയില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് പോയി, ബാംഗ്ലൂർ തിരിച്ചെത്തിക്കഴിഞ്ഞ് ഇവിടെ പോയി കണ്ടു. പക്ഷെ അവിടെ അങ്ങ് കേരളത്തിൽ ഭയങ്കര കൂടുതൽ ഇതാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത് അങ്ങനെ ന്യൂസ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ അത്ര വലിയ ക്രൗഡിൻ്റെ ഇടയ്ക്ക് പോകണ്ട എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ പോകാതിരുന്നത്. ചുമ്മാ പിന്നെ ഞങ്ങൾ അവിടെ എല്ലാം കറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ചു.
എന്നിട്ട് തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് ഇത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം ഞങ്ങൾ എൻ്റെ നാട്ടിൽ പോവാണ്, ആലപ്പുഴയാണ്. അപ്പം ഞങ്ങൾ രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേനും തിരിച്ചു. അപ്പോൾ ഞങ്ങൾ ശ്രീഹരി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ശ്രീഹരിക്ക് കഴിച്ചിട്ട് ഇറങ്ങണം. അപ്പം അവിടെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങി. പക്ഷേ എനിക്ക് അങ്ങനെ കഴിച്ചിട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പം ഛർദ്ദിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്ക് കയറി, എനിക്ക് കുറച്ച് നേരം കഴിഞ്ഞപ്പം വിശന്നപ്പോഴത്തേനും ഇടയ്ക്ക് കയറി ഇഡ്ഡലിയൊക്കെ കഴിച്ചു, ഒരു കാപ്പിയും കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ യാത്ര തുടർന്നു. എറണാകുളം കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ ആര്യാസ് വന്നപ്പോഴത്തേക്കിനും ഇത് ഞങ്ങളുടെ സ്ഥിരം, അത് ആ A to B ഈ ആര്യാസൊക്കെ ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടാണ്. നമ്മൾ മാന്നാർ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ. അപ്പോൾ അവിടുന്ന് ഞാനൊരു ഇലയുടെയും കഴിച്ചു, ശ്രീഹരി ഒരു മസാല ദോശയും കഴിച്ചു. അപ്പം ശ്രീഹരി രാവിലെ 7 മണിക്ക് മുമ്പ് കഴിച്ചതാണ്. അപ്പം പിന്നെ ഒരു മസാല ദോശയും കഴിച്ചു. പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തിരിച്ചു. നമ്മുടെ അരൂർ പാലമാണ്, അത് നമ്മുടെ മനോരമയുടെ സ്റ്റുഡിയോയും ഓഫീസും ഒക്കെയാണ്. മഴവിൽ മനോരമയുടെ വാർത്തയൊക്കെ വായിക്കുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആലപ്പുഴ ബൈപ്പാസിൽ കൂടെ കയറിയാണ്. ഇപ്പം ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ യാത്ര കുറേ എളുപ്പമായി. മറ്റേത് ആലപ്പുഴ ടൗണിനകത്ത് കയറി കിടന്ന് എന്തായിരുന്നു, ഭയങ്കര പാടായിരുന്നു, ബ്ലോക്കൊക്കെ ആയിട്ട്. ഈ ഒരു ബൈപ്പാസ് വന്നതിന് ശേഷം ഒത്തിരി സമയം ലാഭിക്കാൻ പറ്റി. അത് കഴിഞ്ഞത് ഞങ്ങളുടെ തോട്ടപ്പള്ളി സ്പിൽവേ. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ആയപ്പം വീട്ടിലെത്തി. അപ്പം ഇത് ഞങ്ങളുടെ തറവാടാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ഉച്ചയ്ക്ക് അമ്പലത്തിൽ പോയാണ്. സപ്താഹമൊക്കെ ആയതുകൊണ്ട് ചോറ് വന്നത്. അപ്പം ചോറും സാമ്പാറും അതിലും തോരനൊക്കെ കൂട്ടി നല്ലപോലെ ചോറൊക്കെ ഉണ്ട്. എന്നിട്ട് വൈകിട്ട് ഞങ്ങൾ അവിടുന്ന് കുളിച്ച് എല്ലാം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ അമ്പലത്തിൽ പോയി ദീപാരാധനയൊക്കെ തൊഴാൻ വേണ്ടിയിട്ട്. ഒത്തിരി നാളായി, എനിക്കൊന്ന് കല്യാണത്തിന് മുമ്പ് തൊഴുതാണ് ഒരു ദിവസം വൈകിട്ടത്തെ ദീപാരാധന. അങ്ങനെ ഞാൻ ഇപ്രാവശ്യം എന്തായാലും എനിക്ക് തൊഴണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വൈകിട്ട് ദീപാരാധനയൊക്കെ തൊഴുത് പിന്നെ അങ്ങ് തിരിച്ച് വീട്ടിൽ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ ഞങ്ങളുടെ അടുത്തുള്ള മഹാദേവൻ്റെ ഒരു അമ്പലമാണിത്, തൃക്കുരട്ടി മഹാദേവൻ എന്ന് പറയും. അങ്ങനെ അവിടെയും പോയി. കാരണം ഇതൊക്കെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് വന്നതാണ് ഇവിടെയൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ വരാനേ പറ്റിയിട്ടില്ല. അപ്പം ഞങ്ങളത് എനിക്കൊന്ന് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് 2ാമത്തെ തവണ എങ്ങാണ്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെയും പോയി തൊഴുതു. എന്നിട്ട് പിന്നെ ഒരിടത്തും കൂടെ പോയി, എൻ്റെ സ്കൂളിൻ്റെ അമ്പലത്തിൽ. പക്ഷേ അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പെട്രോൾ അടിക്കാൻ പോയ വഴിക്ക് ചുമ്മാ പരുമല പള്ളിയുടെ അവിടെയൊക്കെ പോയി. പക്ഷേ അവിടെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അതിനകത്തോട്ടൊന്നും, അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. പോയിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചങ്ങ് നമ്മുടെ ഇരിഞ്ഞാലക്കുടയ്ക്ക് പോവുകയാണ്. അപ്പോൾ ഇടയ്ക്ക് വിശന്നപ്പം ഞങ്ങൾ ഏവീസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചു. ഇടിയപ്പം വെജിറ്റബിൾ കറിയും, ശ്രീഹരി കടലക്കറിയും ഞാൻ വെജിറ്റബിൾ കറിയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് നേരെ എൻ്റെ ഒരു കസിൻ ചേച്ചി ഉണ്ട് എറണാകുളത്ത്. അപ്പോൾ ആ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി അവിടെയാണ് ഉച്ചക്കത്തെ ഫുഡൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചങ്ങ് പോകും. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.